ഓ സപ്പോർട്ട് ആളെ കൂട്ടിയാണല്ലോ വന്നിരിക്കുന്നത്. നിന്നെ ഞാൻ സുധീഷേട്ടാ, സുധീഷേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതുവിടെ ഇവൻ നിന്നെ എന്ത് ചെയ്യുന്ന കൊല്ലൂ നീ എന്നാന്ന് കാണുമല്ലോ. കൊല്ലടാ. നിന്റെ അനിയൻ എന്റെ അനിയത്തെ ചതിച്ച് ഗർഭിണിയാക്കി. അത് കണ്ടിട്ട് ഞങ്ങൾ മിണ്ടായിരിക്കണല്ലേ? അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഇവിടെ കെട്ടിച്ചേരുമെന്ന് വിചാരിച്ചോളാം. നമുക്ക് എന്ത് വന്നാലും സംസാരിച്ച് തീർക്കാം. അതിനെ വെറുതെ ഇങ്ങനെ അടിയും പിടിയും ബഹളവും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി വിട്. വിടാൻ കല്യാണം കഴിയാത്ത കുട്ടി അവള്. ഇപ്പൊ പറയുന്നത് 2 മാസം വയറ്റിലുണ്ടെന്ന്. അവളുടെ വയസ്സ് എന്താണെന്നറിയോ നിനക്ക്? 21 തികഞ്ഞിട്ടില്ല ഇവൾക്ക്. പുസ്തകം പിടിച്ച് കോളേജിൽ പോണ്ട പ്രായത്തില് എന്റെ കുട്ടിയുടെ കുഞ്ഞിനും ചുമന്നോണ്ട് നടക്കണോ? പെറ്റ വേറെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ? എന്നിട്ട് നീ ന്യായം പറയാൻ നിൽക്കുന്നോ? നിന്റെ കുടുംബത്തിന്റെ ഗുണമതിയായ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അതുകൊണ്ടാ അവളോട് സംസാരിക്കരുത് ഞാൻ ഈ വൃത്തിയായിട്ട് അവളോട് പറഞ്ഞത്. അത് ശരി, പറ. അവനാണോ നിങ്ങളുടെ മോളോട് സംസാരിച്ചത്? ആദ്യം സംസാരിച്ചത് അവളല്ലേ? തെറ്റ് രണ്ടുപേരുടെ കയ്യിലും ഉണ്ട് എന്ന് വെച്ച് ഒരു കൂട്ടരെ മാത്രം ബ്ലെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കേട്ടില്ലേടി? കേട്ടില്ലേ? നീ സംസാരിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. മതിയായില്ലേടി നിനക്ക്? നിന്നോട് എത്ര തവണ ഇത് നിർത്താൻ പറഞ്ഞിട്ടുള്ളതാ? കുടുംബത്തിന് നാണം കെടുത്തിപ്പോ മതിയായില്ലേടി നിനക്ക്? ഒന്ന് നിർത്തട്ടെ എല്ലാരും. നീതു, ഇനി നീയാ പറയണ്ടേ? 2 ദിവസമായിട്ട് ഇത് കേട്ട് കേട്ട് എന്റെ തലപെരുക്ക. നീ എങ്ങനെ പ്രഗ്നന്റ് ആയിന്ന് പറയണേ? എന്റെ മോളെ വശീകരിച്ച് ചതിച്ചിട്ട് ഇമ്മാതിരി നെറികെട്ട ചോദ്യം ചോദിക്കുന്നുണ്ടോ നായ? ഇപ്പൊ കേട്ടില്ലേടി? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് ഇവനൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന്. എറണം കേട്ടവളെ, നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഇനി തെണ്ടി വീട്ടിൽ നിന്ന് ജീവനോടെ പോവില്ല. ഒന്ന് നിർത്തുന്നുണ്ട് എല്ലാരും. ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല. എന്താ നീ എന്താ ഇപ്പൊ പറഞ്ഞേ? എന്താ ഞാൻ സത്യം പറഞ്ഞത് ഇപ്പൊ തെറ്റായോ? ഇനിയിപ്പൊ പ്രഗ്നന്റ് ആണെന്ന് വീണ്ടും നുണ പറയണോ? ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കാൻ നീ അല്ലേടി വെല്ലുവിളിച്ചേ? എന്നിട്ട് നീ ഇത് ചെയ്തോ? ഇല്ലല്ലോ. ചെയ്തിരുന്നെങ്കിലേ അപ്പഴേ അറിയായിരുന്നു ഞാൻ നുണ പറയാറുന്നെന്ന്. ഒന്ന് നിർത്തണ്ട. അവൾ എന്തു പറഞ്ഞാലും ഈ അടിക്കണ ഏർപ്പാടുണ്ടല്ലോ, അത് വേണ്ട. എന്താടാ അവള് സത്യം പറഞ്ഞല്ലോ. പിന്നെ നീ ഇത്തിരി ഒന്ന് കുറയ്ക്ക്. ഓവറാക്കാൻ നിൽക്കില്ലേട്ടാ. നീതു, നീ എന്തിനാ അങ്ങനെ ഒരു നുണ പറഞ്ഞേ? നിങ്ങൾ എല്ലാരും കൂടെ മാടായിപ്പാറ പോയപ്പോ ഇവിടെ എന്തുണ്ടായെന്നറിയാവോ? ഇവരെല്ലാരും കൂടി ഈ നിക്കണ എന്റെ കോങ്ങളിയല്ലേ, അവന്റെ കൂട്ടുകാരനെ കൊണ്ട് എന്നെ ബലമായി കെട്ടിക്കാൻ നോക്കി. അമ്പലത്തിലേക്ക് എന്ന് കള്ളം പറഞ്ഞ് നാടകം കളിച്ച് എന്നെ മണ്ഡപം വരെ എത്തിച്ചു. ആ കോന്നിനോട് ഞാൻ പറഞ്ഞതാ എനിക്ക് ഹരീഷിന് ഇഷ്ടമാണ്, ഹരീഷിനെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന്. അപ്പൊ നാറി പറയാ അത് സാരില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. എല്ലാരും കൂടെ എന്നെ പെടുത്തിക്കളിയും തോന്നിയപ്പോ എനിക്ക് ഈ വഴിയേ തോന്നിയുള്ളൂ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. നുണ പറയാറുന്നല്ലോടി. അവള് സംസാരിക്കല്ലടാ, അത് നടക്കട്ടെ. ഇനി നീ അവളുടെ ദേഹത്ത് ഒരു തവണ കൂടി കൈവച്ചാ നീ വിവരം അറിയും. മാറിപ്പോടാ. അതെ, ഇനി ഈ വിഷയത്തില് നിന്റെ ഇടപെടലിന്റെ ആവശ്യമില്ല കേട്ടാ. മാറിക്കേ, മാറി അവിടെ നിന്ന്. നിന്റെ അച്ഛൻ മാറിയിരിക്കുന്നിട്ടില്ലേ, അതുപോലെ അവിടെ മാറി നിൽക്കും കേട്ടാ. നീ പറ. ആ സമയത്ത് എനിക്ക് നിന്നെ അറിയിക്കാൻ പറ്റില്ല ഹരീഷേ.
നീ വാങ്ങിച്ചെന്ന ഫോൺ ദേ ഇവര് മാറ്റിവെച്ചു. ആ സമയത്ത് അങ്ങനെ പറഞ്ഞു ഒഴിയാൻ എനിക്ക് തോന്നിയുള്ളൂ. സോറി. എടി മഹാപാപി, ലോകത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ നുണ പറയോ? പറയാതിരുന്നെങ്കിലേ നിങ്ങളുടെ പുന്നാര മകന്റെ കൂട്ടുകാരൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയന്. അതിന് ഇങ്ങനെ ഒരു നുണ പറയാനാ വേണ്ടത്? അല്ലാതെ പിന്നെ നിങ്ങൾക്ക് എന്റെ ജീവിതം നിസ്സാരായിരിക്കും. എനിക്ക് പക്ഷെ അങ്ങനെയല്ല. ഹരീഷ് അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തേ? ഇവരോട് നുണ പറഞ്ഞതൊക്കെ എന്നോട് എന്തിനാടി നുണ പറഞ്ഞേ? അത് ഞാൻ വെറുതെ വട്ടാക്കാൻ വേണ്ടി പറഞ്ഞതാ. സോറി. ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആയല്ലോ. ഹരീഷ് വരുന്നവരെ ഈ നുണ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വന്നു, സത്യം പറഞ്ഞു. ഇനി എന്റെ കല്യാണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും പണിയായിട്ട് വന്ന അത് ഹരീഷ് നോക്കിക്കോളൂ. അല്ല ഹരീഷേ? വാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വിട്ട് വാ. അപ്പോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദേ 3 പേരും നല്ല കുട്ടികളായിട്ട് മിണ്ടാതിരുന്നോണം. അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഭാവി അമ്മായി. അയ്യോ എടാ, എന്തൊക്കെയാടാ ഇത്? ഞാൻ പറഞ്ഞില്ലേ സുധി ചേട്ടാ, ഇവള് പറയണതിലൊന്നും കാര്യം ഉണ്ടായിരുന്നില്ലെന്ന്. ശരി ശരി, നീ സംസാരിച്ചിട്ടോ, ഞാൻ അപ്പുറത്തുണ്ടാവും. താങ്ക് യു സുധീഷ് ചേട്ടാ. ഓ ശരി ശരി. ശരിക്കും പേടിച്ചു ഹരീഷേ? പേടിച്ചോന്നോ? 2 ദിവസമായിട്ട് എനിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. നിന്റെ അമ്മ സുഭാഷ് ചേട്ടന് ഫോൺ ചെയ്ത് പറഞ്ഞതിന്റെ ശേഷം ഞാൻ ശരിക്കും എയറിലായിരുന്നു. സോറി, ഞാൻ പറഞ്ഞില്ലേ രക്ഷപ്പെടാൻ അങ്ങനെ പറയാനാ തോന്നിയേ. പ്ലീസ്. പക്ഷെ എന്നോടെങ്കിലും ഒന്ന് സത്യം പറയായിരുന്നു. അത് പിന്നെ അപ്പ എനിക്ക് നിന്നെ കളിപ്പിക്കണം തോന്നി, അതുകൊണ്ടാ. പക്ഷെ എന്റെ പൊട്ട ഹരീഷേ, നീ എന്തിനാ അത് കേട്ട് പേടിക്കാൻ പോയേ? നിനക്കറിഞ്ഞൂടെ സത്യം? എടി എനിക്കറിയാം, പക്ഷെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ. എന്താടാ ഞാനങ്ങനെ പറഞ്ഞപ്പോ നിന്നെ ചതിക്കാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയോ? ഏയ് അതല്ലടി. പിന്നെന്താ? അല്ല, ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെ തോന്നി. ഓ, ഇനി അഥവാ ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ടെൻഷൻ അല്ലേ? നീതു, എടി ആരെങ്കിലും കാണും. എടി 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 നീതു മാറി. ഈശ്വര, ഈ പിള്ളേര്. അല്ലെങ്കിൽ വേണ്ട, കണ്ടിന്യൂ. നമുക്ക് നാളെ കാണാം. നീ ചെല്ല്. എടി പോ പോ പ്ലീസ്. അതെ, ദേ ആ മൂച്ചില് പിന്നാലെ പോണ്ട, തിരിച്ച് വീട്ടിൽ പോളാ. വരാൻ നോക്കി. വാ വാ വാ. ആ എന്താ സുഭാഷ് ചേട്ടാ ഇവിടെ നിൽക്കുന്നത്? നീതുവിന്റെ വീട്ടിലേക്ക് പോയ ഹരീഷ് ഇതുവരെ വന്നിട്ടില്ല. അവിടെ ചെന്നിട്ട് എന്താ കുഴപ്പമുണ്ടായെന്ന് അറിയില്ലല്ലോ. ആ, നീതുവിന്റെ വീട്ടിലേക്ക് പോയ ഹരീഷ് ഇതുവരെ വന്നിട്ടില്ല. അവിടെ ചെന്നിട്ട് എന്താ കുഴപ്പമുണ്ടായെന്ന് അറിയില്ലല്ലോ. ഫോണിലൂടെ അവരെങ്ങനെ സംസാരിച്ചെന്ന് മോളും കേട്ടതല്ലേ.
ഇവൻ അങ്ങോട്ട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് പേടിയായിട്ട് വയ്യ. ഏയ് അങ്ങനൊന്നും സംഭവിക്കില്ല സുഭാഷ് ചേട്ടാ. അവൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോകണ്ടായിരുന്നു അല്ലേ? അവൻ പോയതാ ശരി സുഭാഷ് ചേട്ടാ. അങ്ങനൊരു ആരോപണം ഉണ്ടാവുമ്പോ അവൻ നേരിട്ട് ചെല്ലാതെ മാറി നിൽക്കുന്നതാ തെറ്റ്. ഈ പ്രശ്നം ഹരീഷ് തന്നെ ഹാൻഡിൽ ചെയ്യണം. നീതുവിനെ വിവാഹം കഴിച്ചോളെന്ന് ഹരീഷ് തന്നെ അവരെ കൺവിൻസ് ചെയ്യണം. അവര് സമ്മതിച്ചില്ലെങ്കിലോ? ഉറപ്പായിട്ടും അവര് സമ്മതിക്കും. ആദ്യം കുറച്ച് ചീത്തയും വഴക്കും കരച്ചിലും ഒക്കെ കാണും. എന്നാലും അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന വിഷയമല്ലേ, സമ്മതിക്കാതിരിക്കില്ല. അതെ, എത്രയും വേഗം കല്യാണം നടത്തണം. നീ അകത്തേക്ക് പോന്ന നിമിഷം ഞങ്ങള് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. എന്റെ പ്രായത്തിൽ കേൾക്കാൻ പറ്റാത്ത സീരിയസ്നെസ് ഒന്നും ഹരീഷേട്ടന്റെ കാര്യത്തിലല്ലേ സുഭാഷ് ചേട്ടാ. ഹരീഷേട്ടൻ കാരണം നീ ഇത് പ്രഗ്നന്റായി, അത് ഒളിച്ചു വെച്ചത് എന്താ കാര്യം? കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല നാട്ടുകാർ മുഴുവൻ അറിയും. അതിനുമുമ്പ് അവരുടെ കല്യാണത്തെ പറ്റി ആലോചിക്കണം. അതല്ലേ നിങ്ങളുടെ ചർച്ച? എന്റെ അഭിപ്രായത്തിലും അത് തന്നെയാണ് വേണ്ടത്. കുറെ നേരം കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. വീടെത്തി. അതെ, വീടെത്തി. ഇനി ഇവരെ അത് അറിയിക്കണമെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് ചിരി വരുത്. നീ വാ സുധീഷേട്ടാ. നിർത്ത് സുധീഷേട്ടാ. നിർത്തണ്ടാ. എന്താടാ ചിരിച്ചുകൊണ്ട് വരുന്നേ? ഒന്നുമില്ല. ഹരീഷേ പറയട്ടെ. ഒന്നും മിണ്ടാണ്ടിരിക്കും സുധീഷേട്ടാ. നിങ്ങൾ ചിരിക്കാതെ കാര്യം പറ. പോയിട്ട് എന്താ ഉണ്ടായേ? പോകുമ്പോ രണ്ടുപേരും പേടിച്ചിട്ടാണല്ലോ പോയെ. എന്താ ഇപ്പൊ ഇങ്ങനെ ചിരിക്കാൻ? ഞാൻ പോവാ. ഇവിടെ പോണു. ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. നീയേ പോയ കാര്യം പറഞ്ഞിട്ട് പോയാ മതി. പറ പറ. അല്ലയ്യണ്ട, ഞാൻ തന്നെ പറയാം. സുഭാഷ് ചേട്ടാ, ഞങ്ങളെ ഇപ്പൊ നീതിന്റെ വീട്ടിൽ നിന്നാ വരുന്നേ. നീയും പോയിരുന്നു? ആ, ഇവൻ ഒറ്റയ്ക്ക് പോയ കുഴപ്പമുണ്ടോന്ന് കരുതി ഞാനും പുറകെ ചെന്നതാ. അവിടെ വല്ല കുഴപ്പമുണ്ടായോ? കുഴപ്പമുണ്ടായ ഞാൻ അങ്ങനെ ചിരിച്ചിട്ട് വരുമോ സുഭാഷ് ചേട്ടാ? അപ്പൊ അവര് കല്യാണത്തിന് സമ്മതിച്ചോ? അത് അവര് കാര്യം പറഞ്ഞിട്ട് ചിരിക്കും സുധീഷ്. മനുഷ്യനെ വെറുതെ വട്ടുപിടിപ്പിക്കല്ലേ. ഹരീഷ പറയടാ, ചോദിക്കണായിട്ടില്ലേ? പറ. അല്ല, അത് അവള് പ്രഗ്നന്റ് ഒന്നല്ല. എന്ത് മനസ്സിലായില്ലേ? ഇതില് കൂടുതൽ എന്ത് പറയാനാ സുഭാഷ് ചേട്ടാ? സുഭാഷ് ചേട്ടാ, ഞാൻ പറയാം. നമ്മള് തറവട്ടമ്പലത്തിൽ പോയില്ലേ? ആ സമയത്ത് അവളുടെ വീട്ടുകാരെല്ലാരും കൂടി അവളൊരു വിവാഹം കഴിപ്പിക്കാൻ നിർബന്ധിച്ച്. ഇതൊരൊക്കെയല്ലേ? ആ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവള് കണ്ടെത്തിയ ഒരു ഉപായമാണ് ഈ കള്ളഗർഭം. അല്ലടാ, ഈ പൊട്ടനെ കളിപ്പിക്കാൻ വേണ്ടിട്ട് അവളത് ഇവനോടും പറഞ്ഞു. അപ്പൊ മുതൽ ഇവനാകെ ടെൻഷനും. അല്ല, നിനക്കറിഞ്ഞൂടെ സത്യം? അതൊന്ന് പറഞ്ഞൂടായിരുന്നോ? ആ, അതാണ് തമാശ. ഏതൊരു സിനിമയിലെ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും പറ്റിച്ച ശേഷം ഇനിയിപ്പോ എങ്ങനെ ബിരിയാണി കിട്ടിയാലോ എന്നും പറഞ്ഞു പോകുന്ന സലീം കുമാറിന്റെ ക്യാരക്ടറില്ലേ, അതുപോലെ ആയിരുന്നു ഇവൻ. അവള് വിളിച്ച് ഇവനോട് പ്രഗ്നന്റ് ആന്ന് പറഞ്ഞപ്പോഴേ അതെങ്ങനെയാന്ന് ഇവൻ അവളോട് ചോദിക്കാന്ന്. നിനക്ക് എന്നെ വിശ്വാസം ഇല്ല ഹരീഷെന്നും ചോദിച്ചുകൊണ്ട് അവള് ചുമ്മാ ഒരു നാടകം അങ്ങോട്ട് ഇറക്കി. ഇവനാകെ ടെൻഷനായി. നേരം ഇവൻ പ്രേമിച്ചതുകൊണ്ടെങ്ങാനാണോ ഇനി അവള് പ്രഗ്നന്റ് ആയതെന്ന് ഇവനൊരു ടെൻഷൻ. നീ ഇത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോ ഇവന്റെ അവസ്ഥ അതായിരുന്നു. ഞാനാണ് കാരണമെന്ന് പറയാനും വയ്യ, അല്ലെന്ന് പറഞ്ഞ അവളെ വിശ്വസിപ്പിക്കാനും വയ്യ. വല്ലാത്തൊരവസ്ഥ. വീട്ടിൽ വന്ന് കയറി ഉടനെ തന്നെ നീതിനെ കാണാൻ ഓടിയ എന്റെ കാര്യം അതാ. എനിക്ക് അറിഞ്ഞോടെ ഇവനെ, അതുകൊണ്ടല്ലേ ഞാൻ ഇവന്റെ പിന്നാലെ വെച്ച് വിട്ടത്. എന്നാലും അവള് പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞപ്പോ ഇവന്റെ ഒരു റിയാക്ഷൻ കാണുമായിരുന്നു. എന്റെ അമ്മോ, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ പ്രസവം കഴിഞ്ഞ് ഭാരം ഒഴിഞ്ഞ പെണ്ണുങ്ങളെ പോലെ ആയിരുന്നു നമ്മുടെ ഹരീഷിന്റെ മുഖം. അപ്പോ നിക്കടാ. എന്തായാലും അവള് മിടിക്കാനട്രാ. ഹരീഷ് അവിടെ ചെല്ലുന്നത് വരെ അവളുടെ വീട്ടുകാരും അത് അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അവള് വീട്ടുകാരോട് നുണ പറഞ്ഞാൽ മനസ്സിലാവും. നിന്നോട് എന്തിനാ നുണ പറഞ്ഞേ? ഞാൻ ടെൻഷൻ അടിച്ച് മരിക്കാൻ, അല്ലാണ്ട് വേറെന്തിനാ?
നോക്ക് നീതു, നീ പറഞ്ഞ നുണയാണെന്ന് ഞാൻ പ്രേമിനോട് പറയാം. അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. നിനക്ക് ഈ ബന്ധം ശരിയാവില്ല. അവനെ വിവാഹം ചെയ്ത് നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ല, നിങ്ങളൊക്കെ മരക്കഴുതുകളാണോ? ഒരെണ്ണത്തിന്റെ തലക്കകത്ത് അല്പം പോലും വിവരമില്ലല്ലോ. ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് ഈ ഒരു കല്യാണം നിർത്തിയെങ്കിലേ ഇനി ഞാൻ അവനെ വിവാഹം കഴിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ടും ഒരു പയ്യൻ നിന്നെ കെട്ടിക്കോളാന്ന് പറയുമ്പോ അത് വലിയ കാര്യമില്ല മോളെ. ഈ എല്ലാം അറിഞ്ഞൂന്ന് വെച്ചാ എന്താച്ചാ? ഞാനെന്താ ആരെങ്കിലും കൊന്ന് ജയിലിൽ പോയി വന്ന് നിൽക്കുന്ന ആളാണോ? അതോ അനാശാസ്യത്തിന് പോലീസ് പിടിച്ച ആളാണോ? അല്ലല്ലോ. ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാളത്തിന് വിവാഹം കഴിക്കാനും തീരുമാനിച്ചു. അതൊരു കുറ്റമാണോ? നീ എന്തിനാടി ഈ പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? നിങ്ങളും അതന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ? ആ കുടുംബത്തിലേക്ക് നിന്നെ കെട്ടിച്ചേക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് ആ കുടുംബത്തിൽ തന്നെ പോവുള്ളൂ. എങ്കിലേ ഞങ്ങളെ 3 പേരെ നീ മറന്നേക്കണം. ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീതു, എന്തൊക്കെ വഴക്കുണ്ടാക്കിയാലും നീ എൻ്റെ അനിയത്തിയാ. ആ സ്നേഹം കൊണ്ട് പറയാ, ആ വീട്ടിൽ പോയി താമസിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. 5 ആണുങ്ങളാ അവിടെ. ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ കഥകും ചാരി അകത്തിരിക്കുന്ന പോലെ അവിടെ പോയി അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാട്ടുകാർക്ക് ആർക്കെങ്കിലും അവരോടൊരു മതിപ്പുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഹരീഷ് 10ാം ക്ലാസ് കഴിഞ്ഞ് വണ്ടിപ്പണിക്ക് പോയാനാ. നിന്നെപ്പോലെ പഠിച്ചൊരു കുട്ടിക്ക് ചേർന്നവനാണോ അവൻ? ശരി, വർക്ക്ഷോപ്പ് എങ്കിൽ വർക്ക്ഷോപ്പ്. അത് പക്ഷെ അവന്റെ സ്വന്തമൊന്നും അല്ലല്ലോ, വെറും പണിക്കാരനല്ലേ അവൻ. എല്ലാം നീ തന്നെ ആലോചിച്ച് നോക്ക്. ഇനി പറ, ഇങ്ങനൊരു ബന്ധം നിനക്ക് വേണോ? ആ വീട് അവരുടെ സ്വന്തമല്ല മോളെ. അതിന്റെ പേരിൽ ഹരീഷിനെ വലിയ കേസ് കൊടുത്തിരിക്കുക. നാളെ കേസ് അവർക്ക് വിധിയായാൽ എല്ലാവരും കൂടി നടുറോട്ടിലിറങ്ങി നിൽക്കണം. അറിയോ നിനക്ക്? ഇതൊന്നും അറിയണ്ടാണ് ഹരീഷിനെ ഞാൻ സ്നേഹിച്ചെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? എനിക്കെല്ലാം അറിയാച്ചാ. ആ, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. നീ ഉടനെ മറുപടി പറയണമെന്നൊന്നുമില്ല, കുറച്ച് നന്നായിട്ട് ആലോചിക്ക്. ആ പ്രേമിനാണെങ്കിൽ സ്വന്തമായിട്ട് വീട്, പ്രൈവറ്റ് ബാങ്കിൽ ജോലി, പിന്നെ നല്ല ശമ്പളം, നാട്ടിൽ കൃഷിയുണ്ട്. ഞാനിപ്പോ ഇത് കഴിക്കണോ വേണ്ടയോ? ചെവിട്ടി മൂട്ട പോയ പോലെ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ അകത്ത് പോയി കഴിച്ചോളാം. പിന്നെ ഹരീഷിന് മെക്കാനിക് പണിയെങ്കിലും ഉണ്ട്, ഇങ്ങേർക്ക് അതുപോലും ഇല്ലല്ലോ. അച്ഛൻ കൊണ്ടുവരുന്ന കാശുകൊണ്ടല്ലോ ഇപ്പോഴും ജീവിക്കുന്നേ. പിന്നെ വീട്, ഇതും സ്വന്തം വീടൊന്നും അല്ലല്ലോ, വാടകയ്ക്കല്ലേ. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് ഹരീഷിനെ നന്നാക്കാൻ വാ. ഹലോ, പറ ഹരീഷേ. അല്ല, എന്താ ശബ്ദം വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. ആ, എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഒന്നുമില്ലെന്ന് പറഞ്ഞ ഉടനെ ഫോൺ വിളിക്കുകയാണോ ചെയ്യാ? അല്ല, എന്താന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെന്ന് വെച്ച് ഒന്നും ചോദിക്കേണ്ടെന്നാണോ? ശരി, എന്താ പ്രശ്നം അത് പറ. ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം ഒരു അന്വേഷണം വേണ്ട. എടി, കാര്യം പറയുന്നതോ? പറയാം, മനസ്സിൽ പോ. ഹലോ. ഞാൻ ദേഷ്യത്തോടെ ഫോൺ വെച്ചാ തിരിച്ചു വിളിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കില്ല അല്ലേ? എടി, സംസാരിക്കണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ?
അതുകൊണ്ട് വിളിക്കണ്ടല്ലോ അല്ലേ? സുഖമായല്ലോ. എടി നിനക്ക് എന്താടി പ്രശ്നം? ആരുടെയോ മേലിലുള്ള ദേഷ്യം നീ എന്തിനാ എന്റെ മേലെ തീർക്കണേ? ഇതിലും മേലെ എനിക്ക് ഇവിടെ കഴിയാൻ പറ്റുന്നു തോന്നില്ല ഹരീഷേ. അല്ലെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ ബലത്തിലാ ഞാൻ ഇവിടെ കഴിയണേ. ഇപ്പൊ പറഞ്ഞതെല്ലാം നുണയാന്ന് പറഞ്ഞപ്പോഴേ വീണ്ടും കല്യാണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ സർവൈവ് ചെയ്യേണ്ടത് എനിക്കൊരു പിടിയില്ല. മുമ്പ് വഴക്ക് പറച്ചില്ലായിരുന്നു, ഇപ്പൊ അത് അഡ്വൈസിലേക്ക് സ്വിച്ച് ചെയ്തു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നില്ല ഹരീഷേ. നീ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന നല്ലത്. എടി എവിടേക്ക് കൊണ്ടുപോവാൻ? അന്ന് പറഞ്ഞ ഹോസ്റ്റലിൽ റെഡിയാക്കി തരാം, അത് മതിയോ? നീ എന്നെ മാരേജ് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോ, അതാ നല്ലത്. എടി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണോ? ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്റെ കണ്ടീഷൻ ഇവിടെ വേഴ്സ്റ്റാ ഹരീഷേ. നീ കാണുന്നില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാന്ന് പറഞ്ഞേ. അപ്പൊ നീയാണ് പറഞ്ഞേ എന്റെ വീടല്ലേ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ കുറ്റം എന്റെ ആയല്ലേ? എടാ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്താ പറഞ്ഞേ? ഞാൻ എത്ര വലിയ പ്രശ്നത്തിലാ നിൽക്കണമെന്ന് അറിയാവോ? അത് മനസ്സിലാക്കിയിട്ട് നീ സംസാരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ നോക്ക് നീതുവാ, സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ എനിക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. നീ ഒന്ന് ഫോൺ വെച്ച് പോ നോക്ക്. ഹലോ, ഇതേതായി കുട്ടി? മറ്റേത് ജോസേട്ടന്റെ മോള് ജിസ. ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികളുടെ സെൻസസ് നിങ്ങളുണ്ടോ? അല്ല, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളല്ലേ നിധിയെ. പ്രസവിച്ച് വീണ കുഞ്ഞുങ്ങൾ മുതൽ മുതുക്കി കിളവിമാരെ വരെ എനിക്കറിയാം.